ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇന്ന് കുറച്ച് നല്ല പഴുത്ത മാങ്ങ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ പഴുത്ത മാങ്ങ വെച്ചിട്ട് നല്ല അടിപൊളി 3 റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. മാങ്ങ കൊണ്ട് നമ്മൾ ഐസ് ഉണ്ടാക്കുന്നുണ്ട്, അതേപോലെ ഐസ്ക്രീം ഉണ്ടാക്കുന്നുണ്ട്, പിന്നെ കുട്ടികളൊക്കെ കടയിൽ നിന്നൊക്കെ വാങ്ങി കുടിക്കുന്ന ഫ്രൂട്ടി ഉണ്ടല്ലോ, അതും ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ മാങ്ങൻ്റെ സീസൺ ആണല്ലോ, അപ്പം അധികം വീടുകളിലും മാങ്ങ ഉണ്ടാവും. ഇനിയിപ്പോൾ നമ്മളെ വീട്ടിലില്ലെങ്കിൽ നമ്മൾ അടുത്ത വീട്ടിലോ അല്ലെങ്കിൽ നമ്മളെ കുടുംബക്കാരെ വീട്ടിലോ ഒക്കെ ആയിട്ടുണ്ടാവും. ഇത് നമ്മളെ കുടുംബ വീട്ടിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ മാങ്ങ. അപ്പോൾ നല്ല പഴുത്ത മാങ്ങയാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഐസ്ക്രീമും ഐസും അതേപോലെ ഫ്രൂട്ടിയൊക്കെ എങ്ങനെ ഉണ്ടാക്കണം എന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഞാൻ മാങ്ങയൊക്കെ നല്ലോണം ഒന്ന് കഴുകി എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് മാങ്ങ കിട്ടിയിട്ട് 2 ദിവസമായിട്ടുണ്ട് കേട്ടോ. നല്ലോണം പഴുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ കാണുമ്പോൾ ഇത് കേടായിക്കണമെന്ന് തോന്നും, പക്ഷേ കേടായതൊന്നുമല്ല കേട്ടോ, പഴുപ്പ് ഏറിയതാണ്. കണ്ടോ, കറുത്ത പുള്ളി ഇങ്ങനെ കാണണുണ്ടോ ഇതുമ്മൽ? അത് കുഴപ്പമൊന്നുമില്ല കേട്ടോ, മാങ്ങൻ്റെ തൊലിമ മാത്രമേ ഉള്ളൂ, ഉള്ളിക്ക് ഒരു കുഴപ്പമില്ല. പഴുപ്പ് ഏറിയിട്ടുള്ളൊരു പ്രശ്നമാണ്, അല്ലാത്ത പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പോൾ മാങ്ങയൊക്കെ ഞാൻ കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ആവശ്യത്തിനുള്ള മാങ്ങ എടുക്കുക. അപ്പോൾ ആദ്യം നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത് ഐസ്ക്രീമാണ് കേട്ടോ. ഐസ്ക്രീം അല്ല, ഐസാണ് കേട്ടോ ആദ്യം നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ മാങ്ങ അതേപോലെ 2 ഭാഗവും ഒന്ന് കട്ട് ചെയ്ത് പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള ഭാഗത്തൊന്നും നമുക്കിതിൻ്റെ കാമ്പ് എടുക്കാം കേട്ടോ. അതെ, ഇവിടെ മക്കളുണ്ട് എൻ്റെ കൂടെ, അപ്പോൾ പിന്നെ അത് ഒരിക്കൽ അങ്ങനെ കൊടുത്തതാട്ടോ, അവരങ്ങനെ കഴിച്ചോളും. പിന്നെ ഇതേപോലെ ഇങ്ങനെ വരട്ട് കൊടുക്കുക. പിന്നെ തൊലി കളയേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് ഇതേപോലെ ചെയ്തെടുത്താൽ ഇതിൻ്റെ ഉള്ളിലത്തെ ആ ഒരു കാമ്പ് പഴുപ്പ് മാത്രം എടുക്കാൻ ഈസി ആയിട്ട് കഴിയും. ഇത്രയും മാങ്ങൻ്റെ തൊലി കളയാന്ന് പറയുമ്പം മടിയുള്ളവർക്ക് അതൊരു മടിയാവും. ഇതേപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. പിന്നെ നല്ലോണം പഴുത്ത മാങ്ങയാകുമ്പോൾ തൊലി കളയാനും ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതേപോലെ ഞാൻ മാങ്ങൻ്റെ ഉള്ളിലൊക്കെ കത്തിയോണ്ടൊന്നിങ്ങനെ വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ എത്ര മാങ്ങ വെച്ചിട്ടാണ് ഇത് ചെയ്യണത് എന്ന് കറക്റ്റ് അളവ് ഞാൻ പറയണില്ല കേട്ടോ. നിങ്ങൾക്ക് എത്ര എണ്ണം വേണം അതിനനുസരിച്ചിട്ട് ചെയ്താൽ മതി. അപ്പോൾ നമ്മളിതാ ഇതേപോലെ കുറച്ച് മാങ്ങ എടുത്തിട്ട് ഇതേപോലെ വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിലത്തെ കാമ്പൊക്കെ നമുക്ക് എടുക്കാം. അതുപോലെ സ്പൂൺ വെച്ചിട്ടേ ഒന്ന് ചുരണ്ടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതുപോലെ ആകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് തന്നെ അതിൻ്റെ ഉള്ളിലത്തെ പഴുപ്പെടുക്കാൻ പറ്റും. നേരെ മറിച്ച് തൊലി കളഞ്ഞിട്ടാണെങ്കിൽ കുറേ സമയം എടുക്കുമല്ലോ, അപ്പോൾ നമുക്ക് മടിയേക്കാരല്ലേ. അപ്പോൾ ഞാൻ ഇതേപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടൊക്കെ ചെയ്തിട്ട് ലാസ്റ്റ് കാണിക്കാം. അപ്പോൾ കേട്ടോ മാങ്ങൻ്റെ പഴുപ്പൊക്കെ ഞാൻ സ്പൂൺ കൊണ്ട് ചുരണ്ടിയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊരു പ്ലേറ്റിലേക്ക് ആക്കി കൊടുത്തു. ഇനി നമുക്കിത് മിക്സിൻ്റെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലോണം പഴുത്തതുകൊണ്ടേ നല്ല മധുരം ഉണ്ട് കേട്ടോ. അപ്പോൾ വെക്കേഷനൊക്കെ ആയതുകൊണ്ട് കുട്ടികളൊക്കെ വീട്ടിലുണ്ടാവുമല്ലോ, അപ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഇതേപോലെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ മാങ്ങയൊക്കെ കിട്ടുന്ന സമയത്ത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വാനില എസൻസ് ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാരയും ചേർത്ത് കൊടുത്തു. പിന്നെ പാലും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ലിറ്റർ പാലെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലോണം ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ 2 സ്പൂൺ പാൽപ്പൊടിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ പാലൊക്കെ ഒഴിച്ച് ആ ഒരു സമയത്ത് തന്നെ ചേർത്താൽ മതി പാൽപ്പൊടി. ഞാനൊരു സമയത്ത് മറന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ കേട്ടോ നല്ല കട്ടിയുള്ള നല്ലൊരു ബാറ്ററായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഐസ് ഉണ്ടാക്കാനുള്ള ബാറ്റർ നല്ല തിക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഐസ് ഉണ്ടാക്കാനുള്ള മോൾഡൊന്നും നമ്മളെ കയ്യിലില്ല എന്നുണ്ടെങ്കിലും ഒരു കുഴപ്പമില്ല കേട്ടോ. പേപ്പർ ഗ്ലാസ് ഉണ്ടാവുമല്ലോ, ആ ഒരു പേപ്പർ ഗ്ലാസ്സിൽ നമുക്ക് ഐസൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ പേപ്പർ ഗ്ലാസ് വെച്ചിട്ടാണ് കേട്ടോ ഐസ് ഉണ്ടാക്കുന്നത്. ഇത് കുറച്ച് വലിപ്പമുള്ള ഗ്ലാസ് കേട്ടോ. ചെറിയ ഗ്ലാസ് ഉണ്ടെങ്കിൽ അതെടുത്താലും മതി. ഇതിൽ നിറച്ചൊഴിച്ച് കൊടുക്കണില്ല കേട്ടോ. ഒരു 3/4 ഗ്ലാസ് ഈ നമ്മളെ മാങ്ങൻ്റെ ഈ ഒരു ബാറ്ററി ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കയ്യിൽ മോൾഡ് ഉണ്ടെങ്കിൽ മോൾഡൊക്കെ ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ. മോൾഡ് ഇല്ലാത്തവർ ഞാനിപ്പോൾ ഈ ചെയ്യുന്ന പോലെ ഈ പേപ്പർ ഗ്ലാസ് ഒഴിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ ബൗളോ അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ ഗ്ലാസ്സോ നമ്മളെ കയ്യിൽ എന്താ ഉള്ളത് ചൈക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നമ്മളെ മക്കൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കണതല്ലേ, പുറത്ത് കൊടുക്കാനൊന്നും അല്ലല്ലോ. അപ്പം വലിയ ഷേപ്പൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നല്ല ടേസ്റ്റുള്ള നല്ല ഒരു ഐസിൻ്റെ റെസിപ്പി ആട്ടോ ഇത്. പിന്നെ മാങ്ങയൊക്കെ എല്ലാവർക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു സമയത്ത് കിട്ടും. ഇനിയിപ്പോൾ കടയിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിലും മാങ്ങക്ക് ഇപ്പോൾ അത്ര വലിയ റേറ്റും കാര്യങ്ങളൊന്നും ഇല്ല അല്ലേ. ഗുഡ്സ് വണ്ടിയിലൊക്കെ എപ്പോഴും കൊണ്ടുവരും നമ്മളതിലേക്ക് മാങ്ങ 100 രൂപയ്ക്ക് 2 കിലോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ മാങ്ങ ഇല്ലാത്തവരും ഒന്ന് വാങ്ങിയിട്ട് ഇതുപോലെ ചെയ്ത് നോക്കുന്നുണ്ട്. പിന്നെ ഒരു മോൾഡ് ഉണ്ടായിന് കേട്ടോ ചെറിയ. അപ്പോൾ അതിക്കും ഞാൻ കുറച്ച് ഈ ഒരു ബാറ്റർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു ഫോയിൽ പേപ്പർ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇല്ലെങ്കിൽ നമ്മളിത് ഫ്രീസറിൽ കൊണ്ടുപോയി വെക്കുമ്പോഴേ അതിക്കിങ്ങനെ വെള്ളം ഉറ്റും. അപ്പോൾ അങ്ങനെ ഫോയിൽ പേപ്പർ വെച്ചിട്ട് അതിൻ്റെ മേലെ കത്തിയോണ്ടൊന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ചോക്കോബാറൊക്കെ കൊണ്ടുവരുമല്ലോ, അപ്പോൾ ചോക്കോബാറൊക്കെ കഴിച്ചിട്ട് അതിൻ്റെ ആ ഒരു
കോല് നമ്മൾ വലിച്ചെറിയല്ലോ. അപ്പോൾ അതൊക്കെ ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ 2 ദിവസം മുന്നേ കൊണ്ടുവന്നതിന് ഇത്. അപ്പോൾ ആ ഒരു കോല് അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി കൊടുത്തിട്ടുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ പച്ച ഓലൻ്റെ ഈർക്കലില്ലേ, ഈർക്കൽ കമ്പുണ്ടല്ലോ, അത് നല്ല വൃത്തിയാക്കി എടുത്തിട്ട് അത് വെച്ചാലും മതി കേട്ടോ. കുട്ടികൾക്ക് ഇങ്ങനെ അതിമ പിടിച്ച് കഴിക്കാനേ ഒരു ഇഷ്ടമാണല്ലോ. അപ്പോൾ ഞാനിതാ ഇതേപോലെ ഒക്കെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു 7 ഇതിൽ കിട്ടിയിട്ടുണ്ട്. 6 ഗ്ലാസ്സിലും പിന്നെ ഒരു മോൾഡിലും ആണ് കേട്ടോ ഉള്ളത്. അപ്പോൾ അത് ഞാൻ ഫ്രീസറിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കട്ടായി വരണമെങ്കിൽ കുറച്ച് സമയം പിടിക്കും കേട്ടോ. ഞാൻ വൈകുന്നേരമാണ് ഉണ്ടാക്കി വെച്ചിരുന്നത്. അപ്പോൾ രാവിലെയാണ് നമ്മളിനി അത് എടുക്കുക കേട്ടോ. അപ്പോൾ അത് ഫ്രീസറിൽ കൊണ്ടുപോയി വെച്ചിട്ടേ പിന്നെ നമ്മൾ ഐസ്ക്രീം ഉണ്ടാക്കാൻ ഒരു ബൗൾക്ക് 4 സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അരിപ്പൊടി തന്നെ വേണമെന്നില്ല, ഗോതമ്പ് പൊടിയിലും ചെയ്യുക, അതേപോലെ മൈദയിലും പിന്നെ കോൺഫ്ലവറിലും ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ അരിപ്പൊടിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ 4 സ്പൂൺ അരിപ്പൊടി ഇതാ ഒരു ബൗൾക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ നമുക്ക് ഗ്യാസ് ഒരു പാൻ വെച്ചിട്ട് പാനൊന്ന് ചൂടായിട്ട് പിന്നെ ഈ ഒരു അരിപ്പൊടി ഇതിലിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കുക. പിന്നെ ഗോതമ്പ് പൊടി എടുക്കുകയാണെങ്കിലും ഇതുപോലെ ഒന്ന് വറുത്ത് കൊടുക്കണം കേട്ടോ. മൈദയും അതേപോലെ കോൺഫ്ലവർ കൊടുക്കുകയാണെങ്കിൽ വറുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതാ ഞാൻ അരിപ്പൊടി ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. കരിയാതെ ശ്രദ്ധിക്കണം. അതൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ, അരിപ്പൊടി എങ്ങനെ വറുത്തെടുക്കണ്ടേന്നൊക്കെ. അപ്പോൾ അതൊന്നും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണമൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. പിന്നെ നല്ല കട്ടിയുള്ള പാനിലാണ് നമ്മൾ വറുത്തെടുക്കണമെന്നുണ്ടെങ്കിൽ ഫ്ലെയിം ഓഫ് ആക്കി കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ആ ഒരു പാനിൻ്റെ ചൂടുകൊണ്ട് പൊടിയൊക്കെ നല്ല രീതിയിൽ തന്നെ വറവായി കിട്ടും. അപ്പോൾ ഇതാ ഞാനിതൊരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് ചൂടാറി വരണം. ഈ ചട്ടിയിൽ തന്നെ നിന്ന് കഴിഞ്ഞാൽ പൊടി ചൂടാറാൻ ടൈം എടുക്കുകയും ചെയ്യും, ചിലപ്പം കളർ മാറുകയൊക്കെ ചെയ്യും പൊടി. അപ്പോൾ ഞാൻ ഒരു ബൗൾക്ക് മാറ്റി കൊടുത്താൽ കേട്ടോ. പിന്നെ ഇതാ ഞാനൊരു 3 മാങ്ങൻ്റെ പഴുപ്പ് ഒരു പ്ലേറ്റിലേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പൊടിയൊക്കെ ഇപ്പോൾ ചൂടാറിയിട്ടുണ്ട്, അരിപ്പൊടിയൊക്കെ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പാല് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കട്ടൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. അപ്പോൾ അതാട്ടോ പാല് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇവിടെ മാറ്റി വെക്കാം. പിന്നെ വേറൊരു പാത്രം ഞാനിത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 1/2 ലിറ്റർ പാലാട്ടോ എടുത്തിട്ടുണ്ട്. അതിന് കുറച്ച് പാലെടുത്തിട്ടാണ് നമ്മൾ ആ ഒരു അരിപ്പൊടിയിൽ മിക്സ് ചെയ്തത്. ബാക്കിയുള്ള പാൽ ഞാൻ ഈ ഒരു പാത്രത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി കട്ടി കുറഞ്ഞ പാലാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ആ പാലൊന്ന് കുറുക്കിയെടുക്കണം കേട്ടോ. ഒന്നിങ്ങോട്ട് വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം. ഇത് കുറച്ച് കട്ടിയുള്ള പാലാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് തിളച്ചിട്ടുള്ളൂ. തിളച്ചതിന് ശേഷം ഞാൻ അതിലേക്ക് മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഐസ്ക്രീമൊക്കെ ആകുമ്പം അത്യാവശ്യം മധുരം വേണമല്ലോ, അപ്പോൾ അതിനനുസരിച്ചിട്ട് മധുരമൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മളെ മാങ്ങയിലും മധുരമൊക്കെ നല്ലോണം ഉണ്ടാവും, കാരണം നല്ലോണം പഴുത്ത മാങ്ങയാണ്. അപ്പോൾ പഞ്ചസാരയൊക്കെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ അരിപ്പൊടി കലക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഇവിടെ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടോ. ഇനി ഇതുപോലെ കൈവിടാതെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ ഒരു അരിപ്പൊടി ഇതിൽ കടന്നിട്ട് വേവണം. അപ്പോൾ ഇതിങ്ങനെ കുറുകി വരും. അരിപ്പൊടി ചേർത്തതുകൊണ്ട് അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കൈവിടാതെ ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമുക്കറിയാം അത് വെന്ത് വരുമ്പോൾ പൊടി നല്ലോണം കുറുകി വരും. അപ്പോൾ ആ കുറുകി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ നല്ലോണം തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഫ്ലെയിം ഓഫാക്കി കൊടുക്കുകയാണ്. കണ്ടോ അത് നല്ല ക്രീമി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ചൂടാറി വരണം ഇനി. പിന്നെ നമ്മൾ നേരത്തെ ഐസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാങ്ങ അടിച്ചെടുത്ത ആ ഒരു ജാർ തന്നെയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ജാറ് കഴുകിയിട്ടില്ല. പിന്നെ ആ ഒരു ജാർക്ക് നമ്മളിപ്പോൾ ഐസ്ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ച മാങ്ങ അതിലേക്ക് ചേർത്ത് കൊടുത്തു. പിന്നെ കുറച്ച് ഏലക്കാപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വാനില എസൻസ് ചേർക്കണമെങ്കിൽ ചേർക്കാം കേട്ടോ. പിന്നെ 2 സ്പൂണ് പാൽപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കുറുക്കി മാറ്റി വെച്ച ആ ഒരു അരിപ്പൊടിൻ്റെയും പാലിൻ്റെയും മിക്സ് ഉണ്ടല്ലോ, അത് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ചൂടാറിയതിന് ശേഷം വേണം കേട്ടോ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ ഇത് നല്ലോണം ചൂടാറിയിട്ടുണ്ട്. ഒന്ന് വെള്ളത്തിൽ വെച്ചാൽ മതി, അപ്പം ചൂടാറിക്കോളും പെട്ടെന്ന്. അപ്പോൾ ഇത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. അപ്പോൾ ഇത് കുറച്ച് നല്ല കട്ടിയായിട്ടാണ് ഉള്ളത്. അപ്പോൾ ഞാൻ കുറച്ച് പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ജാറിലിട്ടിട്ട് നല്ലോണം ഒന്ന് അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഐസ്ക്രീമിന് നല്ല കളർ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു അരിപ്പൊടി കുറുക്കിയെടുത്തല്ലോ, ആ ഒരു സമയത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ല കളർ കിട്ടും. കളറില്ലാത്ത മാങ്ങയൊക്കെ ആണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇത് കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം കളറൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്താണ്ട് ഇതൊന്നിങ്ങനെ എയർ ബബിൾസൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഒന്നിങ്ങനെ തട്ടിക്കൊടുത്തു. ഇനി നമുക്കൊരു ഫോയിൽ പേപ്പർ വെച്ചിട്ട് ഇതൊന്ന് അടച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഐസ്ക്രീം ഒന്ന് സെറ്റായി കിട്ടണമല്ലോ. അപ്പോൾ ഫോയിൽ പേപ്പർ വെച്ചിട്ട് അതേപോലെ ഒന്ന് അടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഈ ഒരു പാത്രത്തിൻ്റെ അടപ്പും കൂടെ വെച്ചിട്ട് നമുക്ക് ഫ്രീസറിൽ വെക്കാം. ഫ്രീസറിൽ വെച്ചിട്ട് ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഒന്നും കൂടെ അത് എടുത്തിട്ട് ഒന്നും കൂടെ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് അടിച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് വീണ്ടും സെറ്റ് ചെയ്യാനായിട്ട് വെക്കണം.
നമ്മളിത് അടച്ചു വെച്ചിട്ടുണ്ട്, ഫോയിൽ പേപ്പർ വെച്ച് അടച്ചു, ഇതിൻ്റെ അടപ്പ് വെച്ച് അതിൻ്റെ മേലെ അടച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രീസറിൽ കൊണ്ടുപോയി വെക്കുകയാണ്. എന്നിട്ട് നമുക്ക് 2 മണിക്കൂർ കഴിഞ്ഞിട്ട് എടുക്കാം കേട്ടോ, ഒന്നും കൂടെ അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത് എന്താ ഫ്രൂട്ടിയാണ് കേട്ടോ. കുട്ടികളെപ്പോഴും കടയിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കുന്ന ഫ്രൂട്ടിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു മാങ്ങ പഴുത്തൊരു മാങ്ങ എടുത്തിട്ട് തൊലിയൊക്കെ കളഞ്ഞിട്ട് ഞാനിത് അതിലേക്ക് ഈ ഒരു പാത്രത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി പിന്നെ ഒരു പച്ചമാങ്ങൻ്റെ അരമുറി കേട്ടോ, ചെറിയ പീസാക്കി കട്ട് ചെയ്ത് അതുമായിട്ട് ചേർത്ത് കൊടുത്തു. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രൂട്ടിക്ക് ചെറിയൊരു പുളിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ പച്ചമാങ്ങ ചേർക്കുന്നത്. പച്ചമാങ്ങ കയ്യിലില്ലെങ്കിലേ ഒരു അരമുറി ചെറുനാരങ്ങൻ്റെ നീര് ഇതിക്ക് ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ. ഇനി നമുക്കിത് അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. മാങ്ങയല്ലേ പെട്ടെന്ന് വേവും കേട്ടോ, തിളച്ച് കഴിഞ്ഞാൽ തന്നെ വേവും, എല്ലാവർക്കും അറിയാലോ. അപ്പോൾ ഞാനൊന്ന് അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ, ഒന്ന് തിളച്ച് വരട്ടെ. അടച്ചു വെച്ചാൽ പെട്ടെന്ന് തിളക്കുമല്ലോ. അപ്പോൾ ഇതാ മാങ്ങയൊക്കെ നല്ലോണം തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വെന്തൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ തിളച്ചാൽ വേവുമല്ലോ മാങ്ങയൊക്കെ. അപ്പോൾ നല്ലോണം ആ മാങ്ങൻ്റെ ഫ്ലേവറൊക്കെ ഇറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒന്നും കൂടെ തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിക്കും മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് പിന്നെ പാലൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. മാങ്ങ ഒന്ന് വേവിച്ചിട്ട് ചൂടാറിയിട്ട് നമുക്ക് ജാറിലിട്ടിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതാ നല്ലോണം മാങ്ങ 2-3 തിളച്ചിട്ടുണ്ട്. അപ്പോൾ മാങ്ങൻ്റെ ഫ്ലേവർ നല്ലോണമൊക്കെ ഇറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നല്ലോണം തിളപ്പിച്ചെടുത്തതാട്ടോ. ഇനി ഇതൊന്ന് ചൂടാറി വരണം. ചൂടാറിയിട്ട് നമുക്ക് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നല്ലോണം അടിച്ചെടുക്കാം. ഇതാ വീണ്ടും ഞാൻ മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ട്. ആ ജാറ് കഴുകിയിട്ടില്ല കേട്ടോ, ആ ഒരു ജാർക്ക് തന്നെയാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ മാങ്ങ തന്നെയാണല്ലോ ഇപ്പോൾ അടിച്ചെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കഴുകാതെ അയക്കന്നെ ഇട്ടിട്ട് അടിച്ചെടുത്ത് ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം കേട്ടോ. ശരിക്ക് പഴുത്ത മാങ്ങ അരിക്കാതെ കുടിക്കണം ജ്യൂസൊക്കെ, അപ്പോഴുള്ളൂ അതിൻ്റെ ആ ഒരു സത്തും കാര്യങ്ങളൊക്കെ ശരിക്കും നമുക്ക് കിട്ടുക, ഫൈബറും കാര്യങ്ങളൊക്കെ. ഇതിങ്ങനെ പിന്നെ അരിച്ചെടുത്ത് കഴിഞ്ഞാൽ അതൊന്നും വല്ലാതെ കിട്ടില്ല. അപ്പോൾ എന്താ വെച്ചാൽ ഇത് അരിച്ചെടുക്കണം കേട്ടോ നമ്മൾ ഫ്രൂട്ടി ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കണ ആ ഒരു ഫ്രൂട്ടിൻ്റെ രൂപത്തിലാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ കടയിൽ നിന്ന് വാങ്ങിക്കണക്കാട്ടിൽ നല്ലത് ഇതുപോലെ നമുക്ക് വീട്ടിൽ മക്കൾക്ക് ഇടയ്ക്കൊക്കെ മാങ്ങയൊക്കെ പഴുത്ത മാങ്ങയൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കാനൊക്കെ പറ്റും. അപ്പോൾ ഞാൻ അതൊക്കെ അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അരിച്ചെടുത്ത് ഈ പാത്രത്തേക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, തണുത്ത വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കുറച്ച് കട്ടിയിലാണുള്ളത്, കുറച്ച് കട്ടി കുറവാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതേ മാങ്ങയൊക്കെ വേവിച്ചല്ലേ നമ്മൾ ഉണ്ടാക്കിയത്, ഇതങ്ങനെ കേട് വരുമൊന്നുമില്ല കേട്ടോ. ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കൊക്കെ കുട്ടികൾക്ക് ദാഹിക്കുന്ന സമയത്തൊക്കെ കൊടുക്കാനൊക്കെ പറ്റും. കുറച്ച് അധികമൊക്കെ ഉണ്ടാക്കി സ്റ്റോർ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ. പിന്നെ ഇപ്പം നല്ല ചൂടല്ലേ, കുട്ടികളധികം വെള്ളം നല്ലോണം കുടിക്കുന്ന സമയമാണല്ലോ. അപ്പം പഴുത്ത മാങ്ങയൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിലൊക്കെ നല്ലതാണ്. അപ്പോൾ നമ്മൾ ഫ്രൂട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതാ ജ്യൂസ് ജാർക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു സ്റ്റിക്കും വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഐഫക്കുട്ടി അങ്ങനെ കുടിച്ചോളും. ഇപ്പോൾ ഇവിടെ അല്ല കേട്ടോ, അപ്പോൾ ഒക്കെ കളിക്കാൻ പോയതാണ്. അപ്പോൾ ഐസ്ക്രീമൊക്കെ ഉണ്ടാക്കണത് കണ്ടാൽ പിന്നെ ഫ്രിഡ്ജ് അങ്ങനെ തുറക്കലും അടക്കലും ഒരു പണിയേക്കാരം. സെറ്റ് ആക്കണമെന്ന് നോക്കാനേ നമ്മളെക്കാട്ടിലും വലിയ അർജൻറ്റേക്കാരം ഓൽക്ക്. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഓരോട് പറയാതെ ഉണ്ടാക്കുക നല്ലത്. കളിക്കാനൊക്കെ പോയിക്കാണെങ്കിൽ ഒരു കാണൂലല്ലോ, കണ്ടു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ തന്നെ എപ്പോഴും വന്ന് ആവശ്യമില്ലെങ്കിലും ഉണ്ടെങ്കിലൊക്കെ വന്ന് ഫ്രിഡ്ജ് തുറക്കും. എല്ലായിടത്തെ മക്കളും അങ്ങനെയാണ് ആവല്ലേ. ഇവിടെ അങ്ങനെയാണ് കേട്ടോ, എപ്പോഴും വന്ന് ഫ്രിഡ്ജ് തുറക്കും. അതിൽ എന്തെങ്കിലും കൊണ്ടുപോയി പാത്തിച്ച പോലെയാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരിടത്ത് കഴിക്കും ചെയ്യും, എന്നാലും ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് അങ്ങനെ തുറന്നു നോക്കും. അപ്പം നമുക്ക് ഫ്രൂട്ടിയും ഐസ്ക്രീമും ഐസും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മളിപ്പോൾ ഐസ്ക്രീം സെറ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു 2 മണിക്കൂറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ, ഒരു 1.25 മണിക്കൂറൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാനത് എടുത്തുകൊണ്ട് വന്നിട്ടൊന്ന് തുറന്നു നോക്കി. അപ്പോൾ ഇത് നല്ലോണം തണുത്ത് വന്നിട്ടുണ്ട്. ഇങ്ങനെ തണുത്ത് വന്നതിന് ശേഷം ഒന്ന് ജാറിലിട്ടിട്ടൊന്ന് അടിച്ചെടുക്കണം കേട്ടോ, ഇങ്ങനെ കട്ടയാവണതിൻ്റെ മുന്നേ ആയിട്ട്. എന്നിട്ട് ഒന്നും കൂടെ ഈ പാത്രത്തിൽ തന്നെ ഒഴിച്ചിട്ട് നമുക്കിത് സെറ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ ഐസ്ക്രീം ഉണ്ടാക്കുന്ന പാത്രമൊന്നും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. നമ്മൾ സാധാ വീട്ടിൽ യൂസ് ചെയ്യണ പാത്രമാണിത്, സ്റ്റീലിൻ്റെ ഒരു പാത്രം. ഞാൻ അയക്കാണ് കേട്ടോ ഇത് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നമുക്കിത് അടച്ച് വെച്ചിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ ഒരു ഫോയിൽ പേപ്പർ വെച്ച് അടച്ചിട്ട് ആ ഒരു പാത്രത്തിൻ്റെ അടപ്പും വെച്ചിട്ട് ഒന്നും കൂടെ അടച്ചു കൊടുക്കുക. എന്നിട്ട് ഫ്രീസറിൽ ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ഇത് വൈകുന്നേരം ആട്ടോ ഞാൻ ചെയ്യുന്നത്. ഇനി രാവിലെ നമുക്ക് എടുത്ത് നോക്കാം. അങ്ങനെ പിന്നെ രാവിലെ ആയിട്ടുണ്ട് കേട്ടോ. രാവിലെ ആയപ്പോൾ ഞാനിതാ നമ്മളെ ഐസ്ക്രീമിൻ്റെ പാത്രം കേട്ടോ ആദ്യം ഒന്ന് എടുത്തു കൊണ്ടുവന്നത്. അപ്പോൾ അതൊന്ന് തുറന്ന് നോക്കിയപ്പോൾ ഐസ്ക്രീമൊക്കെ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കയ്യിൽ ഇങ്ങനെ ഈ സ്കൂപ്പ് ചെയ്യണ സംഭവമൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഉണ്ടെങ്കിൽ ഇതിങ്ങനെ സ്കൂപ്പ് ചെയ്ത് വരുമ്പോഴേ കറക്റ്റ് ആ ഒരു ഐസ്ക്രീമിൻ്റെ ആ ഒരു ലെവലിൽ കിട്ടും. ഇതിപ്പോൾ നമ്മളെ സാധാരണ കറി എടുക്കണ ഒരു തവി കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്, അതുകൊണ്ടാണ് ഞാൻ സ്കൂപ്പ് ചെയ്യണത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ആ ഒരു ആകൃതിയിലൊന്നും വന്നിട്ടില്ല. പക്ഷേ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിന് കേട്ടോ, ഒരു കുഴപ്പമില്ല. നമുക്ക് കറക്റ്റ് ആ ഒരു ഐസ്ക്രീമിൻ്റെ ടേസ്റ്റും ഫ്ലേവറും ഒക്കെ ഉണ്ട്. നമ്മളിതിലേക്ക് അരിപ്പൊടിയും അതേപോലെ പാലും കുറച്ച് പാൽപ്പൊടി
മാങ്ങൻ്റെ പഴുപ്പ് മാത്രമല്ലേ നമ്മൾ ചേർത്തിട്ടുള്ളൂ, അല്ലാതെ മിൽക്ക് മേഡോ അല്ലെങ്കിൽ പിന്നെ വിപ്പിംഗ് ക്രീമോ ഒന്നും നമ്മൾ ചേർത്തിട്ടില്ല, കസ്റ്റാർഡ് പൗഡർ ഒന്നും ചേർത്തിട്ടില്ല. അപ്പോൾ അങ്ങനെ കൂടുതൽ മാങ്ങയൊക്കെ കിട്ടുന്ന സമയത്ത് ഇതേപോലെ കുട്ടികൾക്ക് ഐസ്ക്രീമൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കുകൊണ്ട്. ഐസ്ക്രീമൊന്നും കഴിക്കണ അത്ര നല്ലതൊന്നുമല്ല, എന്നാലും നമ്മൾ പുറത്തുനിന്ന് കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കലില്ലേ. അപ്പം ഇതുപോലെ നമ്മളെ കൈ കൊണ്ട് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്, കഴിക്കുമ്പോൾ കുട്ടികൾക്കും സന്തോഷമല്ലേ, ഉമ്മച്ചി ഉണ്ടാക്കി തന്ന ഐസ്ക്രീം എന്നൊക്കെ പറയാലോ അല്ലേ. അപ്പോൾ എന്തായാലും നിങ്ങൾ തീർച്ചയായിട്ടും പഴുത്ത മാങ്ങ കിട്ടുന്ന സമയത്തൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെയാണ് കേട്ടോ ഇപ്പോൾ ഇത് എടുത്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ജോലിക്കൊക്കെ പോവാണ്ട്, ഞാൻ വരുമ്പോഴത്തേന് ചിലപ്പം ഐസ്ക്രീമും ഐസൊന്നും ഉണ്ടാവില്ല. അപ്പോൾ വീഡിയോയിൽ കാണിക്കണം എന്നുണ്ടെങ്കിൽ രാവിലെ എടുക്കണം. അപ്പോൾ അതുകൊണ്ട് രാവിലെ തന്നെ എടുത്തതാട്ടോ. അങ്ങനെ ഐസ്ക്രീമും ഒക്കെ നിങ്ങൾ കണ്ടില്ലേ. ഇനിയിപ്പോൾ നമ്മൾ ഗ്ലാസ്സിൽ ഒഴിച്ച് വെച്ചിട്ട്, പേപ്പർ ഗ്ലാസ്സിൽ ഒഴിച്ച് വെച്ച ഐസ് ഉണ്ടല്ലോ, അത് സെറ്റ് ആക്കണമെന്ന് നോക്കട്ടോ. അപ്പോൾ അത് ഞാൻ നോക്കിയപ്പോൾ അത് സെറ്റ് ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ മോൾഡിലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടില്ലേനോ, അതൊക്കെ ഇന്നലെ രാത്രി തന്നെ പണി അയച്ചിരിക്കണം കേട്ടോ. അതേപോലെ ഒരു ഗ്ലാസ്സും കൂടെ ഉണ്ട് ഇനി നമ്മൾ ഉണ്ടാക്കിയത്, അതൊക്കെ കുട്ടികളെടുത്ത് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ എടുക്കാനൊക്കെ എന്നാലും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതാ കണ്ടില്ലേ, പേപ്പർ ഗ്ലാസ്സൊക്കെ ഞാൻ ഇതുമൊന്ന് മാറ്റി കൊടുത്തു. അപ്പോൾ അതാ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ആ ഒരു ഗ്ലാസിൻ്റെ ആകൃതിയിലൊക്കെ വന്നപ്പം കാണാനും നല്ല ഭംഗിയുണ്ട്. പിന്നെ നമ്മൾ ആ ഒരു കമ്പൊക്കെ കുത്തി കൊടുത്തല്ലോ, അതുകൊണ്ട് കറക്റ്റ് ഐസിൻ്റെ ആ ഒരു ആകൃതിയിൽ കിട്ടിയിട്ടുണ്ട്. നമ്മൾ 3 റെസിപ്പീസും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ മാങ്ങൻ്റെ സീസണല്ലേ, അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ടിട്ടോ, എന്നിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. അപ്പോൾ ഇനി ഇൻഷാ അല്ലാ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.